ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റെനീസ് വേൾഡ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു അലിയാകട്ട് സ്റ്റൈലിലുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഒരുപാട് വീതിയും കാര്യങ്ങളില്ലാത്ത ഒരു ക്ലോത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒരു തുണി ഇതേപോലെ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 8 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു, 9 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ എത്രയാണ് നമ്മൾ ചെസ്റ്റ് അളവ് അതിനോട് 2 ഇഞ്ച് കൂട്ടിയിട്ട് ഞാനിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 40 ഇഞ്ച് വീതിയുള്ളവർ കാണുന്നുണ്ട്, 2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഒരു 12 ഇഞ്ചോളം ഞാൻ ചെസ്റ്റ് അളവ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആ കൈക്കുഴി വരയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഷേപ്പിൻ്റെ അളവും കൂടി മെഷർ ചെയ്തിട്ട് ഒരു എലൈൻ കുർത്തി പോലെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് ബാക്ക് പാർട്ടാണ്, ഫ്രണ്ട് പാർട്ട് പിന്നെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 പാർട്ടായിട്ട് കട്ട് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ബാക്കത്തെ കട്ട് ചെയ്യുക, പിന്നെ ഫ്രണ്ടത്തെ കട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ ഷേപ്പ് ഏകദേശം ഒരു 14 ഇഞ്ച് 15 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു 9-11 ഇഞ്ച് നമുക്കവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ മറ്റേത് എക്സ്ട്രാ 2 ഇഞ്ച് കൂട്ടി 12 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് കൊടുത്തത്. അപ്പോൾ അവിടെ എക്സ്ട്രാ 2 കൊടുത്തിട്ട് 11 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു ഷേപ്പ് പോലെ ഫുള്ളായിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേത് കട്ട് ചെയ്തതിന് ശേഷം, കാരണം ഇത് ചെറിയൊരു ക്ലോത്താണ്, ഒരുപാട് വീതിയോ അതേപോലെ തന്നെ ഒരുപാട് ലെങ്ത്തോ കാര്യങ്ങളോ ഇല്ലാത്ത ക്ലോത്ത് ആയതിനെ കൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിലത്തേത് കട്ട് ചെയ്തതിന് ശേഷം അത് എത്ര ലെങ്ത്താണോ വരുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ബാക്കത്തെ പാർട്ടും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാത്ത സ്ഥിതിക്ക് നല്ല വീതിയും കാര്യങ്ങളുള്ളതാണ്, അല്ലെങ്കിൽ നീളവും കാര്യങ്ങളൊക്കെ ഉള്ള ക്ലോത്ത് ആകുമ്പോൾ ഈ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തിലും കാര്യത്തിലും തന്നെ കിട്ടും. നമ്മളിത് ബാക്ക് പാർട്ട് ഇവിടെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനുശേഷം വേണം നമുക്ക് ഫ്രണ്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പം ബാക്ക് പാർട്ടിന് നമ്മൾ 3 ഇഞ്ച് വിഡ്ത്തും 3 ഇഞ്ച് ലെങ്ത്തും ആണ് നമ്മൾ നെക്കിന് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല, നെക്ക് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് നെക്കാണ് അവിടെ കൊടുക്കുന്നത്, അതിനെക്കൊണ്ട് അവിടെ മാർക്ക് ചെയ്തെടുക്കുന്നില്ല. ബാക്ക് പാർട്ടിൽ ഇതേപോലെ 3 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് വരാം. ഫ്രണ്ട് പാർട്ട് ഇതാ ഈ ഒരു ഇതിൽ നമ്മൾ ബാക്കിൽ കൊടുത്ത അതേപോലെ തന്നെ ഷോൾഡറും ആം ഹോളും നമ്മൾ 8 ഷോൾഡർ മാർക്ക് ചെയ്തു, 9 ഇഞ്ച് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തു, കൈക്കുഴി വരച്ചു. അതേ ഫ്രണ്ടിൽ ചെയ്തതല്ല, ബാക്കിൽ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ചെയ്തു. ഇതിൽ പിന്നെ വെറൈറ്റി ആയിട്ട് വരുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു പോർഷനാണ് നമുക്ക് ആ ഒരു സ്റ്റൈൽ കൊടുക്കുന്നത്, അലിയാകട്ട് സ്റ്റൈൽ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ 15 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ 12 ഇഞ്ച് നമ്മുടെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് നമുക്കൊരു ഷേപ്പിൻ്റെ അളവ് ഒരു 15 നമുക്ക് ഇതേപോലെ ഈ ഇതിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചതിന് ശേഷം കണ്ടില്ലേ, ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുക. അതിനുശേഷം 7 ഇഞ്ച് മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് തുറന്ന് കിടക്കുന്ന ഭാഗത്തേക്ക് ഇതേപോലെ ഒരു ചെരിച്ചൊരു വര വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ ഒരു സ്റ്റൈലിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ബാക്കി വരുന്ന പോർഷനും കൂടി കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഭാഗമൊന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പിന്നെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ച ഭാഗത്തു നിന്ന് വേണം പിന്നെ നമുക്ക് ബാക്കിയുള്ള പോർഷന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് വേണം നമ്മൾ അതിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള തുണിയും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ വീനേക്ക് നമ്മൾ ക്യാൻവാസിൽ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് നമ്മൾ മാറ്റി വെക്കാണ്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു ഷേപ്പില്ല, അത് നമുക്കൊന്ന് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വരച്ചിട്ടുള്ള ആ ഭാഗത്തു നിന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 7 ഇഞ്ചാണ് നമ്മൾ ആ ഒരു അലിയാകട്ട് സ്റ്റൈലിന് നമ്മൾ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ 7 ഇഞ്ച് അളവ് നമ്മൾ ഈ ഓപ്പണായിട്ട് തുറന്ന് എടുക്കുന്ന ഭാഗത്തേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ നമ്മുടെ ഭാഗത്തുള്ള അവിടുന്ന് ഇതേപോലെ ഒരു ചെരിച്ചിട്ട് വര വരയ്ക്കുക കേട്ടോ. ഓപ്പണായി കിടക്കുന്ന ഭാഗത്താണ് നമ്മൾ ഈ 7 ഇഞ്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇവിടുന്ന് ഇതേപോലെ ഒരു കോണായിട്ട് നമ്മൾ വരച്ച് കൊടുക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആ അലിയാകട്ടിൻ്റെ ആ ഒരു കോണായിട്ട് വരുന്ന ആ സംഭവമില്ല, അതേപോലെ നമുക്ക് ഈ ഒരു പാർട്ടും കിട്ടുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ അലിയാകട്ടിൻ്റെ ആ ഒരു ഇത് നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണെങ്കിൽ ഈ ഒരു ക്ലോത്ത് ഒരു 2-3 ഇഞ്ച് എക്സ്ട്രാ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഇഞ്ചിനനുസരിച്ച് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. കാരണം ഒരുപാട് പ്ലീറ്റ്സ് ഒന്നും വരില്ല, കാരണം ചെറിയ ക്ലോത്ത് ആണല്ലോ. അപ്പം നമുക്ക് ആ ഫ്രണ്ടിലായിട്ട് 4 ഇഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇഞ്ചിൽ നമുക്ക് പ്ലീറ്റ്
ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു അലിയ കട്ട് സ്റ്റൈലിലേക്ക് നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം. ഒരുപാട് വീതിയും കാര്യങ്ങളില്ലെങ്കിൽ പോലും നമുക്ക് ഒരു അലിയ കട്ട് സ്റ്റൈലിൽ കുർത്തി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.